സ്വലാ കോഴ്സ് എന്ന പേരിൽ നമസ്കാരത്തിന് ഒരു കോഴ്സ് നിശ്ചയിച്ചുകൊണ്ട് അതിന് 6000-ഉം 7000-ഉം രൂപയൊക്കെ അതിനുവേണ്ടി ഒരാൾക്ക് ഒരു ദിവസത്തെ നമസ്കാര കോഴ്സിന് വേണ്ടി പണം മുടക്കുന്ന രീതി എന്തൊരു അത്ഭുതമാണ്. ഇവിടെ 1 മാസവും 3 മാസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന നെറ്റ് കോച്ചിങ്ങിനും PSC കോച്ചിങ്ങിനും ഒക്കെ 2000-ഉം 3000-ഉം രൂപയൊക്കെ മാത്രമാണ് അതിന് വരുന്നത്. പക്ഷെ ഒരു ദിവസത്തെ കോഴ്സിന് 6000-ഉം 7000-ഉം രൂപയൊക്കെ ആളുകളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് നടക്കുന്ന വലിയ ബിസിനസ് അത് നടക്കുന്നത് മതത്തിന്റെ പേരിലാണ്. നിങ്ങൾക്ക് ഞാൻ നമസ്കാരം പഠിപ്പിച്ചു തരണോ, 6000 രൂപ ഒരു ദിവസത്തിന് കയ്യിൽ വെച്ച് തരണം എന്ന് പറയുന്ന രീതിയിൽ മതപണ്ഡിതന്മാർ മാറുന്ന അവസ്ഥ. യാ ഖൗമി ലാ അസ്അലുകും അലൈഹി അജ്റാ, പ്രവാചകന്മാർ പറഞ്ഞത്, സമൂഹമേ, ഞാൻ ഇതിന് നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലദീ ഫതറനി, എന്നെ പടച്ചവനാണ് എനിക്ക് പ്രതിഫലം നൽകുന്നത്. നിങ്ങളുടെ പണം ആഗ്രഹിച്ചും മോഹിച്ചുമല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ദഅവത്തുമായി വരുന്നത് എന്ന് പ്രവാചകന്മാർ അഖിലവും പറഞ്ഞതും പ്രഖ്യാപിച്ചതും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. വലിയ ഹോട്ടലുകളിലും മറ്റും വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സെലിബ്രിറ്റികളെ അതിലേക്ക് കൊണ്ടുവന്ന് അവർ പരസ്യം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിയുടെയും മെഡിറ്റേഷന്റെയും എല്ലാം കാര്യങ്ങൾ കൂട്ടിക്കലർത്തി ആളുകളെ പൊട്ടീസാകുന്ന രീതിയിൽ നമസ്കാര കോഴ്സുകൾ നടക്കുന്ന ഒരു രീതി, സ്വലാ കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ സജീവമായി നടക്കുന്നുണ്ട്. അതിൽ ആളുകൾ കരയുന്നതും അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതുമെല്ലാം നിറമുള്ള ചിത്രങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ആളുകളിലേക്ക് എത്തിച്ച് ആത്മീയദാഹികളായ ഇരകളെ തേടുന്ന ആളുകൾ നമുക്കിടയിൽ വളരെ സജീവമായി കൊണ്ടിരിക്കുന്നു. ഈ യുവാക്കൾക്കിടയിൽ ഇൻസ്റ്റഗ്രാം വീഡിയോസിലൂടെ ഇതിലേക്കൊക്കെ പെട്ടുപോകുന്ന ആളുകൾ കൂടുതലാണ്. ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കാണ്, ഇങ്ങനെ ഒരു കോഴ്സ് കാണുന്നുണ്ടല്ലോ, ഖുശൂ കിട്ടാൻ വേണ്ടിയുള്ള, നമസ്കാരത്തിൽ ഭക്തി കിട്ടാൻ വേണ്ടിയുള്ള ചില കോഴ്സുകൾ. സൂഫികളാണ് അത് നടത്തുന്നത്. അവർ അതിൽ സൂഫി കറക്കങ്ങളെ പ്രാക്ടീസ് നൽകുന്നുണ്ട് ആളുകൾക്ക്. സൂഫികളുടെ പ്രത്യേകമായ ഒരു കറക്കം, ആ കറക്കമൊക്കെ നിസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. എന്താണ് ആ സൂഫി കറക്കം? നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കാണുന്ന ആളുകൾ അത് കണ്ടിട്ടുണ്ടാകും. അത് വഹ്ദത്തുൽ വജൂദിന്റെ അനൽ ഹഖിന്റെ വിശ്വാസമാണ്. അങ്ങനെയുള്ള ആളുകളിലേക്ക് പണം കൊടുത്ത് നടത്തുന്ന കോഴ്സുകളിലൂടെ പോലും ഇവർ ഇൻജക്ട് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. വഹ്ദത്തുൽ വജൂദ് എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലാഹുവാണ് എന്ന വിശ്വാസം. ഈ മൈക്കും ഈ സംസാരിക്കുന്നവരും ഈ കേൾക്കുന്നവരും ഈ പള്ളിയും ഈ എല്ലാം ഈ സർവചരാചരങ്ങളും അതെല്ലാം പടച്ചോനാണ് എന്നുള്ള വിശ്വാസത്തിന്റെ, അതിലൊക്കെ ദൈവ സാന്നിധ്യമുണ്ട് എന്ന വഹ്ദത്തെ വജൂദിന്റെ വിശ്വാസം. അതുപോലെ തന്നെ അനൽ ഹഖ്, ഞാൻ തന്നെയാണ് പടച്ചോൻ എന്നുള്ള വിശ്വാസത്തിന്റെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രീതികൾ അവതരിപ്പിക്കുന്ന ഈ അള്ളാഹുവിൽ ലയിക്കുന്ന, പൂർണ്ണമായും അള്ളാഹുവിൽ ലയിച്ചതിന്റെ ആനന്ദത്തിൽ സൂഫി കറങ്ങുന്ന കറക്കം, അതൊക്കെ ഖുശൂഇന്റെ പേരിൽ ആളുകളിലേക്ക് കൊണ്ടുവരുവാൻ